മലപ്പുറം തലപ്പാറയിൽ സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് യുവാവ് തോട്ടിലേക്ക് തെറിച്ചു വീണ സംഭവത്തിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. തിരൂരങ്ങാടി തലപ്പാറ വലിയപറമ്പ് സ്വദേശി മുഹമ്മദ് ഹാഷറാണ് മരിച്ചത്. അപകടം സംഭവിച്ച പാലത്തിന് സമീപത്ത് നിന്ന് 500 മീറ്റർ അകലെ തോട്ടിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു. ശാന്തകുമാർ, എത്ര മണിയോടെയായിരുന്നു ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്? വിവരങ്ങൾ എന്തൊക്കെ? ലക്ഷ്മി, ഞായറാഴ്ച വൈകിട്ട് 6:00 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ദേശീയപാതയുടെ സർവീസ് റോഡാണ് തിരൂരങ്ങാടിയിലെ ഈ തലപ്പാറ. അവിടെ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഒരു കാറ് ഈ ഹാഷിർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. ആ ഇടിയുടെ ആഘാതത്തിൽ ഈ ഹാഷിർ തോട്ടിലേക്ക് തെറിച്ചു വീണു. സമീപത്ത് നേരെ തോട്ടിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. നല്ല ഒഴുക്കുണ്ടായിരുന്നു. മഴക്കാലമായതുകൊണ്ട് തന്നെ നല്ല ഒഴുക്കും തോട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഏകദേശം 32 മണിക്കൂറോളം തെരഞ്ഞതിന് ശേഷമാണ് ഇന്ന് രാവിലെയാണ് ഈ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത്. മൃതദേഹം ഇപ്പോൾ തിരൂരങ്ങാടി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ഏറെ നേരത്തെ പരിശ്രമം ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും നാട്ടുകാരും ചേർന്നുള്ള വലിയ തോതിലുള്ള തെരച്ചിൽ 1.5 ദിവസത്തോളം നടത്തി. അതിനുശേഷമാണ് ഈ മൃതദേഹം കണ്ടെത്താനായത്. എന്തായാലും ഈ വലിയ ഒരു അപകടം തന്നെയാണ് ഉണ്ടായത്. കാരണം ഒരു കാറ് ഇടിക്കുന്നു. ആ കാറിന്റെ ഇടിയുടെ ആഘാതത്തിൽ യുവാവ് സമീപത്തെ തോട്ടിലേക്ക് തെറിച്ചു വീഴുന്നു. വലിയ ആഴത്തിലുള്ള ഒരു തോടാണ്. ആ തോട്ടിലേക്കാണ് തെറിച്ചു വീഴുന്ന ആ സാഹചര്യവും ഉണ്ടായത്. ലക്ഷ്മി. ശാന്തകുമാർ വെള്ളാലത്താണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.